ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഇടണ വീഡിയോ എൻ്റെ ഹെയർ കെയറിനായി ഉപയോഗിക്കുന്ന പാക്കൊന്ന് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് കാണാം. നമുക്ക് ആദ്യം തന്നെ മുരിങ്ങയില വേണം ഇതിന്. അപ്പോൾ നമുക്ക് മുരിങ്ങയില പറിക്കാം. അധികമൊന്നും വേണ്ട. നമ്മളാകെ 2 ദിവസം മാത്രം നമ്മളിത് ഉപയോഗിക്കണുള്ളൂ. കൊണ്ട് മുരിങ്ങയില, പിന്നെ നമുക്ക് വേണ്ടത് വേപ്പിലയാണ്. അപ്പോൾ നമുക്ക് വേപ്പില പറിക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പനിക്കൂർക്കേൻ്റെ ഇലയാണ്. അപ്പോൾ നമുക്ക് പനിക്കൂർക്കയുടെ ഇല വയ്ക്കാൻ നോക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. മൂന്നെണ്ണം. പിന്നെ നമുക്ക് തുളസി ഇല വേണം. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കാരണം കുഴപ്പമില്ല. അതൊക്കെ നമ്മൾ പറിച്ച് നമുക്ക് നോക്കാം. ഇനി അടുത്തത് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നോക്കാം. മുരിങ്ങയില, പിന്നെ ഞാൻ 2 വേപ്പില, പിന്നെ തുളസി ഇല, 3 പനിക്കൂർക്ക. പിന്നെ വേണ്ടത് ഉള്ളി വേണം. ഞാൻ 3 ഉള്ളി, ചെറിയ പീസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. നമ്മളൊന്ന് അടിച്ചെടുക്കണം. പോകുന്നത് ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർക്കണം. എന്നിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് വരാം. എന്നിട്ട് കാണാം. അടിച്ച് വന്നിട്ടുണ്ട്. ഇതാണ്. ഇത്തിരി ഞാൻ ലൂസായി എടുത്തേക്കണത്. കുറച്ച് കട്ടിയിൽ വേണമെങ്കിൽ കട്ടിയിലും ആക്കാട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ പാക്ക്. ഇത് നല്ലതാണ്. നമ്മുടെ താരനും പിന്നെ മുടി കൊഴിച്ചിലൊക്കെ കുറച്ച് നന്നായി കുറക്കുന്നതാണ്. ഇത് ആഴ്ചയിൽ 2 ദിവസമാണ് ഞാൻ തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ചെയ്തത്. അല്ലെങ്കിൽ ഇതിനിപ്പോൾ ഞാൻ ഇന്ന് തേക്കും. പിന്നെ കുറച്ച് 2-3 ദിവസം കഴിയുമ്പോൾ ബുധൻ അല്ലെങ്കിൽ വ്യാഴാഴ്ച ഞാൻ വീണ്ടും തേക്കും. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ നമുക്കെടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു പാക്കാണ്. 1 മണിക്കൂറാണ് ഞാൻ തലയിൽ തേച്ച് വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് എണ്ണ തലയിൽ തേക്കും. എന്നിട്ടാണ് ഇതൊന്ന് തലയിൽ ആകെ മൊത്തം തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂർ കഴിയുമ്പോഴാണ് ഞാനിത് വാഷ് ചെയ്ത് കളയണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. ബൈ.